ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവ മഠം, കുബേരാശ്രമം, ആയൂർ, കൊല്ലം. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. കാസർഗോഡ് പൈവളക ഗ്രാമപഞ്ചായത്തിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരഞ്ഞെടുപ്പിൽ UDF അംഗം BJPക്ക് വോട്ട് ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലാണ് 4 UDF അംഗങ്ങൾ BJPക്ക് വോട്ട് ചെയ്തത്. വിവരങ്ങളുമായി ജോസഫാണ് ചേരുന്നത്. ജോസഫ്, തൃശൂർ മറ്റത്തൂരിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ കാസർഗോഡ് സംഭവിച്ചിരിക്കുന്നത്. മറ്റത്തൂരിലെ അതേ UDF മോഡൽ തന്നെ ഇപ്പോൾ കാസർഗോഡും നടന്നിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് മറ്റു വിവരങ്ങൾ ജോസഫ്? സഖ്യമാണ് രൂപീകരിച്ചിട്ടുള്ളത്. പൈവളിക ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ UDF അംഗങ്ങളാണ് ഈ BJPക്ക് വോട്ട് ചെയ്തത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലാണ് 4 UDF അംഗങ്ങൾ BJPക്ക് വോട്ട് ചെയ്തത്. ആകെ 21 അംഗങ്ങളിൽ UDFന് 9 സീറ്റും LDFന് 7ഉം BJPക്ക് 5ഉം എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. UDF അംഗങ്ങൾ BJPക്ക് വോട്ട് ചെയ്തതോടെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ LDFന് ഭൂരിപക്ഷം ഇതോടെ നഷ്ടമായി. എന്തായാലും ഇത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട്. മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള കൂട്ടുകെട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ആദ്യഘട്ടത്തിൽ LDF ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അതേസമയം BJP നേതൃത്വം വ്യക്തമാക്കുന്നത് പ്രാദേശിക നീക്കുപോക്കുകളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു സഖ്യം ഉണ്ടായിരിക്കുന്നത്. ഇതിന് BJPയുടെ ജില്ലാ നേതൃത്വവുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്നാണ് ആദ്യഘട്ടത്തിൽ BJP നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇതിൽ ഉത്തരവാദിത്വപരമായ നിലപാട് സ്വീകരിക്കേണ്ടത് UDF ആണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ BJPക്ക് അനുകൂലമായി UDF വോട്ട് ചെയ്തതെന്നുള്ള കാര്യത്തിൽ UDF വ്യക്തമായ മറുപടി നൽകേണ്ടി വരും. മാത്രമല്ല, കാസർഗോഡ് പുല്ലൂർ പെരിയ പഞ്ചായത്തിലും BJP അംഗത്തിന്റെ പിന്തുണയോടുകൂടി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഭരണം പിടിക്കാൻ ആയിരുന്നു. എന്തായാലും ശക്തമായ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് LDF ഇക്കാര്യം. ഈ BJP അതുപോലെ തന്നെ കോലീബി സഖ്യമുണ്ട് എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസവും LDF വലിയ രീതിയിൽ പ്രസ്താവന ഇറക്കുകയും പ്രചരണം നടത്തുകയും ചെയ്തിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലുള്ള ഉദാഹരണമാണ് ഇപ്പോൾ കാസർഗോഡ് പൈവേളിക പഞ്ചായത്തിൽ നിന്ന് കാണാൻ സാധിച്ചത്. UDFന്റെ അംഗങ്ങൾ ഇപ്പോൾ BJPക്ക് വോട്ട് ചെയ്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഇപ്പോൾ ഭൂരിപക്ഷം BJPക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും മറ്റത്തൂർ മോഡൽ കാസർഗോഡ് പൈവേളികയിലും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. രേണുക. ശരി ജോസഫ്, വ്യക്തമാണ്. എന്തായാലും തൃശൂർ മറ്റത്തൂരിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാസർഗോഡ് പൈവളിക ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരഞ്ഞെടുപ്പിലും UDF അംഗങ്ങൾ BJP അംഗങ്ങൾക്ക് വോട്ട് ചെയ്തത്. എന്തായാലും ഇത് രാഷ്ട്രീയ കേരളത്തിൽ മറ്റൊരു തീപന്തത്തിന് തുടക്കം കുറിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം മറ്റത്തൂരിലെ വിഷയം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. അവിടെയും ഇവിടെയെല്ലാം രാഷ്ട്രീയ പ്രചാരണമായി, രാഷ്ട്രീയത്തിന്റെ ഭാഗമായി അത് ഉപയോഗിക്കുന്നുണ്ട് രാഷ്ട്രീയ കക്ഷികൾ. അതിന് പിന്നാലെയാണ് ഇപ്പോൾ UDF അംഗം കാസർഗോഡ് പൈവളിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരഞ്ഞെടുപ്പിൽ BJP പ്രവർത്തകർക്ക് അല്ലെങ്കിൽ BJP അംഗങ്ങൾക്ക് വോട്ട് ചെയ്തത് എന്നുകൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട വിജിലൻസ് റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ UK യാത്രയിലും ക്രമക്കേടെന്ന റിപ്പോർട്ടിൽ പറയുന്നു. സ്വകാര്യ സന്ദർശനത്തിനും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുമായി അനുമതിയില്ലെങ്കിലും ഫണ്ട് പിരിവിനായി ദുരുപയോഗം ചെയ്തുവെന്നു എന്നതാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. വിദേശയാത്രയിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും റിപ്പോർട്ടിലുണ്ട്. UK സന്ദർശനത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയ പൊളിറ്റിക്കൽ ക്ലിയറൻസിലും സ്വകാര്യ സന്ദർശനമായിരിക്കണമെന്നത് കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ടെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് തടഞ്ഞത് ഹൈക്കോടതി നീട്ടി.